നിങ്ങൾ ആ ജെൻസി ഒരു വിഭാഗത്തെ മുൻകൂട്ടി കണ്ട് അല്ലെങ്കിൽ ആ ജെൻസി വോട്ടുകൾ നേടിക്കൊണ്ട് അല്ലെങ്കിൽ ആ സോഷ്യൽ മീഡിയ ഒരു തരംഗം ഉണ്ടാക്കി വന്ന ഒരു ജനപ്രതിയാണെന്നാണ് ഞാൻ കേട്ടത്. അത് എങ്ങനെയാണ് അതെല്ലാം കൂടെ ഒരുമിച്ച് ഓരോ കുടൽക്കീഴിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത്? അല്ല, നമ്മുടെ ചുറ്റുവട്ടത്തെ നമ്മൾ ഈ യാഥാർത്ഥ്യങ്ങൾ കാണണമല്ലോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളെ മലയാളി കേരള കുട്ടികൾ കാലിക്കറ്റ് കമ്മ്യൂണിറ്റിക്ക് ഞാൻ വാച്ച് ചെയ്തപ്പോൾ ഭയങ്കരമായൊരു ഓൺട്രപ്രണർഷിപ്പ് പാഷൻ ഉള്ളവരാണ്. ഇപ്പം കരിയർ സ്വിച്ചിങ് ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. കരിയർ സ്വിച്ചിങ് ഒരു പഴയ ജനറേഷൻ അത് ആർക്കും അറിയില്ലായിരുന്നു. മീൻസ് ഒരാൾ BEd കഴിഞ്ഞാൽ മാഷായി 55-60 വയസ്സ് വരെ അയാൾ മാഷായിട്ട് മരിച്ചു പോകും. അല്ല സാറേ, നിങ്ങൾ എന്തേ മാഷായി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാഷനായതുകൊണ്ടാവില്ല. എങ്ങനെയോ ബൈ ചാൻസിൽ BEd കഴിഞ്ഞ് അപ്പോൾ മാഷായി, എന്നാൽ പിന്നെ ഫുള്ള് മാഷാവാം. ഒരാൾ BTechൽ കരിയർ തുടങ്ങിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് അദ്ദേഹം എഞ്ചിനീയറായി മരിച്ചു പോകും, ഡോക്ടറായി മരിച്ചു. ഞാനിപ്പോൾ ഒരു ട്രാവൽ കമ്പനി നടത്തുന്ന ഒരാളെ പരിചയപ്പെട്ടു. അയാൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് MBBS കഴിഞ്ഞ് പിന്നെ എയിംസ് നിന്ന് PG കഴിഞ്ഞ് കാലിക്കറ്റ് ബിസിനസ് പാർക്കിൽ അദ്ദേഹം ഓഫീസ് നടത്തുന്നുണ്ട്. ഗിഫ്റ്റഡ് ആയിട്ടുള്ളൊരു ഡോക്ടറാണ്. അയാൾ എന്നോട് പറഞ്ഞു, ഞാനൊരു 35-30 ആ ഒരു സമയമായപ്പോഴത്തേന് ഞാൻ ക്ലോസ് ചെയ്തു, ഞാൻ സ്വിച്ച് ചെയ്തു, ലെവൽ നെക്സ്റ്റിലേക്ക് സ്വിച്ച് ചെയ്തു. സാധാരണ ട്രാവൽ ഏജൻസി അല്ല കേട്ടോ, ഒരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റാണ്. ഈ കരിയർ സ്വിച്ചിങ്, ഈ ഓണ്ടർപ്രണർ മൂഡ്, ഇതൊക്കെ ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മളുടെ മുന്നിൽ നിൽക്കുന്നത്. അതായത് സേഫ് സോൺ എന്ന് മാറി ചിന്തിച്ചു തുടങ്ങിയെന്നാണ് പറയുന്നത്. അതാണ് ഒന്ന്. രണ്ട്, പഴയ മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രസൻറ്റിൽ ജീവിക്കില്ലായിരുന്നു, ഫ്യൂച്ചറിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ഇപ്പോഴത്തെ പുതിയ കമ്മ്യൂണിറ്റി പ്രസൻറ്റിൽ ജീവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ലിവ് ദിസ് മൊമെൻറ്റ്. ആ ഒരു വൈബ്രൻറ്റ് ജനറേഷൻ്റെ മുന്നിൽ നമുക്ക് വെക്കാനുള്ളത് അവരുടെ ഓണ്ടർപ്രണർഷിപ്പിനെ ഈ ജെൻസിയുടെ മുന്നിൽ ഇപ്പോൾ നമ്മൾ കാലിക്കറ്റ് വിചാരിക്കുന്ന ഒരു ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്റർ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാവരും പ്രോഡക്റ്റ് എന്തെങ്കിലും ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന ഒരു സ്വപ്നത്തിലാണ്. പക്ഷേ അത് കാര്യത്തിലേക്ക് കിടക്കുന്ന സമയത്ത് കോസ്റ്റ്ലി അഫെയറാണ്. ബ്രാൻഡിങ് മുതൽ, അതിൻ്റെ പ്രോസസ്സ് മുതൽ, അതിൻ്റെ മോക്കപ്പ് മുതൽ, അതിൻ്റെ മെൻറ്ററിങ്, അങ്ങനെ ഒരു ബ്രാൻഡ് നമുക്ക് മാർക്കറ്റിൽ ഷോക്കേസിൽ എത്തിക്കുന്ന ആ പ്രോസസ്സ് വരെയുള്ള ഒരു പെയിൻഫുൾ ജേണി ഉണ്ട്. അതെ. അപ്പം അതിനകത്ത് നമുക്ക് ഈ യൂത്ത്സിനെ എങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഏത് സിറ്റിയിലും ഇപ്പോൾ കാലിക്കറ്റിലൊക്കെ പർട്ടിക്കുലർലി കഫേ ഒക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ അവിടുത്തെ പിള്ളേരോടൊക്കെ ചോദിക്കും, നിങ്ങൾ എന്ത് കോഴ്സാണ് കഴിഞ്ഞത്. ഇപ്പോൾ പരമ്പരാഗതമായി ബിസിനസ്സിലേക്ക് ഓറിയൻ്റ് ചെയ്തുള്ള കോഴ്സ് എന്ന് പറഞ്ഞാൽ MBA ആണല്ലോ. MBA കഴിഞ്ഞവരല്ല, അവർ BTech കഴിഞ്ഞവരാണ്, അവർ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞവരാണ്, അവർ നിഫ്റ്റിൽ പഠിച്ചവരാ. ബട്ട് എനിക്കിതാണ് ഇൻട്രസ്റ്റ്. അപ്പം അങ്ങനെ ഒരു കാലത്ത് ഒരു MLA ചെയ്യേണ്ട എന്താ, ഈ റോഡിൻ്റെ കുഴി അടച്ച്, പാലത്തിൻ്റെ കേട് തീർത്ത്, ആശുപത്രിയിലേക്ക് ബെഞ്ച് വാങ്ങിക്കൊടുത്ത്, ഈ റിബൺ ഇങ്ങനെ കട്ട് ചെയ്തതിനോടത്ത് ഇങ്ങനെ ചിരിച്ച് ഫോട്ടോഗ്രാഫിക്ക് അങ്ങനെയെല്ലാം നിൽക്കല്ല വേണ്ടത്. അപ്പോൾ നിങ്ങളൊരു ഓണ്ടർപ്രണർ മൂഡുള്ള ആളാണെങ്കിൽ ഞാൻ അവിടെ ഒരു മെൻറ്ററായിട്ട്, അല്ലെങ്കിൽ ആ മെൻറ്ററിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു MLA ആയിട്ട് നമ്മൾ നിൽക്കണ്ടേ? അതെ, ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. അപ്പോൾ ആ ന്യൂ ജനറേഷൻ്റെ പാഷൻ്റെ കൂടെ, ഡ്രീംസിൻ്റെ കൂടെ നിൽക്കുക. നമ്മളെ വയലുള്ള ആൾക്കാർക്കുള്ള സന്തോഷം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു പുതിയ ചിന്തയാണില്ലെന്ന് ആരും പറയില്ല. കാരണം VD സതീശൻ കാലത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചില്ലെങ്കിലാണ് എന്നെ പുറത്താക്കുക. ഇത്തവണ ടീം UDFൽ നിങ്ങൾ ഒരു യുവ പ്രാതിനിധ്യം കൂടുതലാണ്. ലീഗിലായാലും കോൺഗ്രസിൻ്റെ ആയാലും അങ്ങനെ ആയാലും. പിന്നെ ഒരു ചരിത്രം സൃഷ്ടിച്ചു. ലീഗിൽ ആദ്യമേ ഒരു വനിതാ MLA കൂടി എത്തി. ഈ നിയമസഭയുടെ ശബ്ദമായി മാറാൻ യൂത്തിന് ഒരു അവസരം കിട്ടുമോ ശരിക്കും? അത് നമ്മൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ തന്നെ, നമുക്ക് സീനിയർ MLAs ഉണ്ട്, 2 ലെവൽ ഓഫ് MLAs ഉണ്ട്. അപ്പോൾ ഞാൻ ഈ വിത്തിൻ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ഞാൻ കണ്ടു. ഒന്ന്, നമ്മളിപ്പോൾ ഫ്രഷേഴ്സൊക്കെ ആകുമ്പോൾ നമ്മളുടെ അടുത്ത് ചെറിയ വീഴ്ചകളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേരള നിയമസഭ ഞാൻ കാണുന്നത്. എനിക്ക് ക്യാൻറ്റീൻ ഏതാണെന്ന് അറിയില്ല, അവിടുത്തെ ടോയ്ലറ്റ് എവിടെയാണെന്ന് അറിയില്ല, അവിടുത്തെ ലൈബ്രറി ഏത് ഫ്ലോറിലാണെന്ന് അറിയില്ല, മിനിസ്റ്റേഴ്സിൻ്റെ CMൻ്റെ ക്യാബിനൊക്കെ ഏതൊക്കെ ഇതിലാണെന്ന് അറിയില്ല നമുക്ക്. അപ്പം നമ്മളിങ്ങനെ തപ്പും. ഓക്കെ, അപ്പം ചിലയിടത്ത് നമുക്ക് ടൈമിൽ എത്താൻ പറ്റില്ല. അപ്പം അതിനെ ഒരു ഹെഡ് മാഷ് ചമഞ്ഞ് നമുക്ക് ക്ലാസ് എടുത്ത് അസഹിഷ്ണുതയോട് കൂടിയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് സീനിയേഴ്സിൽ. വേറൊരു കൂട്ടർ ഇന്നോടൊരു MLA പറഞ്ഞു, ബാബു എന്തൊക്കെയായി കാര്യങ്ങൾ, വർക്കുകളൊക്കെ തുടങ്ങിയോ? അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങി. ഒരു കാര്യം ചെയ്യും, അടുത്ത നെക്സ്റ്റ് ഡേയിൽ എൻ്റെ റൂമിൽ വാ, ഒരു 10 മിനിറ്റ് ഞാൻ അതിൻ്റെ ഒരു വർക്കൗട്ട് പറയാം. ഞാനത് പോസിറ്റീവ് പറഞ്ഞ ആൾ നമുക്ക് പറയാലോ. അതെ അതെ. പാറക്കൽ അബ്ദുള്ള സാഹിബ് എന്ന് പറയുന്ന MLA ആണ് എന്നോട് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഈ 2 ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. യൂത്തിനെ നമുക്ക് അങ്ങനെ നമ്മളെ പ്രൊമോട്ട് ചെയ്ത് നമ്മളെ ചേർത്ത് പിടിച്ച് ഇവർ ഫ്രഷേഴ്സാണ്, ഇവരൊന്ന് അസിസ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട്
നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ തന്നെയായിരിക്കും ഇത് നയിക്കേണ്ടി വരുന്നത്. നാളെ ഈ പ്രായമായവർക്ക് എത്ര കാലം കൂടി ഒരു ഇത് നയിക്കാൻ പറ്റും? അത് തന്നെ ഒരു മാറ്റം കണ്ടില്ലേ? ഇപ്പം തന്നെ ഏറ്റവും കൂടുതൽ യുവനിര വന്നൊരു സാഹചര്യം കൂടി കണ്ടല്ലേ? ഇല്ല, പ്രായമായവർ എന്ന് പറഞ്ഞൊരു കുറ്റപ്പെടുത്തലോ യുവാക്കൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓവർ ഗ്ലോറിഫിക്കേഷനോ ഇല്ല. ഇതിൻ്റെ നടുവില കാര്യം. ഇപ്പോൾ പ്രായമായെന്ന് പറയുമ്പോൾ അവർക്ക് പ്രാക്ടിക്കൽ വിസ്ഡം കൂടുതലായിരിക്കും. ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അദ്ദേഹം മോസ്റ്റ് സീനിയർ ലീഡറാണ്. അതെ. അദ്ദേഹത്തിൻ്റെ ഒരു ഇന്നവൈലബിലിറ്റിയെ, ഒരു അനിവാര്യതയെ ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ? അവരുടെ പ്രാക്ടിക്കൽ വിസ്ഡം ആവശ്യമാണ് നമുക്ക്. ദീർഘനാളത്തെ ഈ പരിചയവും കാര്യങ്ങളൊക്കെ ആവശ്യം.